ഒരു പേപ്പർ ചുരുണ്ട് കിടക്കുന്ന നിലയിൽ അതിലൊരു പഴയ കബോർഡിന്റെ ചിത്രം, പകുതി തുറന്നിട്ടത് എൻ്റെ കിടപ്പുമുറിയിലെ കോണിലുള്ളതുപോലെ തന്നെ. ഞാൻ വേഗം മുറിയിലേക്ക് ഓടി. അതെ, ആ കബോർഡ് എൻ്റെ തന്നെയായിരുന്നു. അതിനകത്ത് എന്തായിരിക്കുമെന്ന ആകാംക്ഷയോടെ ഞാൻ ആ കബോർഡ് പെട്ടെന്ന് തുറന്നു. പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ തുണികൾ മാത്രം. പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത്, കബോർഡിൻ്റെ അടിഭാഗം ഇളകിയിരിക്കുന്നു. ഞാൻ പതുക്കെ അത് തെന്നി മാറ്റി. അവിടെ ഉണ്ടായിരുന്നു അടുത്ത ക്ലൂ. ഞാനത് തുറന്നു വായിച്ചു. നീ രണ്ടാമത്തെ സൂചന കണ്ടെത്തിയിരിക്കുന്നു. ഇനി സമയം നിലയ്ക്കുന്നിടത്തേക്ക് നോക്കുക. സമയം നിലയ്ക്കുന്നിടമോ? ഞാൻ റൂമിന് ചുറ്റും നോക്കി. എൻ്റെ ക്ലോക്ക് സ്റ്റക്കായിരുന്നു. സമയം 1:47. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഞാൻ ആ ഡയറി പിന്നെയും തുറന്നു നോക്കി. അതിലൊരു പേജിനുള്ളിൽ ഒരു ഫോട്ടോ മറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ അറ്റം പൊട്ടിയിരുന്നു. അന്ധകാരത്തിലായി ഒരു പുരുഷൻ നിൽക്കുന്നു. മുഖം വ്യക്തമല്ല, പക്ഷേ അവൻ്റെ കണ്ണുകൾ പ്രകാശിക്കുന്നതായി തോന്നി. അതിൻ്റെ പിന്നിലായി എഴുതിയിരുന്നു, കണ്ണുകളെ പിന്തുടരുക, അവൻ വഴി ഓർക്കുന്നു.